സ്വന്തം പാർട്ടിക്കാർ ജയിലിൽ കിടക്കുമ്പോൾ ലണ്ടനിലേക്ക് സ്കൂട്ടായി എന്ന ചീത്തപ്പേർ. ഡൽഹി സർവീസസ് ബില്ലിൽ 5 എംപിമാരുടെ വ്യാജ ഒപ്പിട്ടു എന്ന ആരോപണത്തിൽ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. Member Shri Raghav Chadha by including their names in the motion without securing their willingness. സോഷ്യൽ മീഡിയയിൽ നിന്നും BJP ഗവൺമെന്റിനെയും മോദിയെയും വിമർശിച്ചുള്ള തന്റെ പഴയ പോസ്റ്റുകൾ മുക്കിയത് പുതിയ സംശയങ്ങളിലേക്ക് എത്തിച്ചു. ഒരു കരൺ ജോഹർ ചിത്രത്തിലെ നായകന് വേണ്ട എല്ലാ ഗുണങ്ങളുള്ള ഒരു പയ്യൻ. ഇതിനിടയിൽ ഒരു പെർഫെക്റ്റ് ലവ് സ്റ്റോറി എന്ന രൂപത്തിൽ രാഘവിന്റെ ജീവിതത്തിലേക്ക് പരിണീതി ചോപ്ര വരുന്നു. ബड़े बड़े देशों में ऐसी छोटी छोटी बातें होती रहती है എന്നാണല്ലോ SRK പറഞ്ഞത്. But this video is not about Shah Rukh Khan. This video is about a man who rose from nothing. A roaring voice of a generation. വിശേഷണങ്ങൾ ഏറെയുണ്ട് പക്ഷേ. That sir, we in India today pay taxes like England to get services like Somalia. देश का मतदाता अपने नेताओं को हायर कर सकता है तो वो नेताओं को फायर करने की शक्ति भी उसे मिलनी चाहिए. बढ़ती महंगाई घटती कमाई यानी कि हमारी आमदनी उस दर पे नहीं बढ़ रही जिस दर पे भारत की महंगाई. But ഇപ്പോൾ കോൺട്രവേഴ്സിയുടെ സ്വന്തം കൂട്ടുകാരൻ. आप मानते हैं कि वो कॉम्प्रोमाइज है? 34 വയസ്സിൽ the youngest MP of the രാജ്യസഭ എന്ന റെക്കോർഡ് ഇട്ടയാൾ. The name is രാഘവ് ചദ്ദ. कहते हैं कि भाजपा के पास तो सब कुछ है, कहते हैं हमारे पास ईडी है. ആൾക്കൂട്ടത്തിനിടയിലും വേറിട്ട് നിൽക്കുന്ന ചില മനുഷ്യർ, അവരെ ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും, സ്നേഹിക്കും, ആരാധിക്കും. പിന്നീട് അവരാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. This show is about them. Welcome to the main character with FC Boy. ഒരു വശത്ത് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി വലിച്ചെറിഞ്ഞ് നാടിനെ നന്നാക്കാൻ ഇറങ്ങിയ ആദർശവാൻ എന്ന ലേബൽ. उड़ान यात्री कैफे की शुरुआत की, जिसका मैं स्वागत करता हूं, जहां 10 रुपए की चाय, 20 रुपए का समोसा जैसी सस्ती चीजें मिलती. മറുവശത്ത് സ്വന്തം പാർട്ടിക്കാർ ജയിലിൽ കിടക്കുമ്പോൾ ലണ്ടനിലേക്ക് സ്കൂട്ടായി എന്ന ചീത്തപ്പേർ. राघव भाई अभी आपका वीडियो देखा हम सब लोग अरविंद केजरीवाल जी के सिपाही हैं और हमने तो एक ही बात सीखी थी जो डर गया समझो मर गया. എപ്പോഴും ചിരിച്ച മുഖത്തോടെ ആളുകളെ നോക്കുന്ന ഒരു ചാമർ. ഒരു കരൺ ജോഹർ ചിത്രത്തിലെ നായകന് വേണ്ട എല്ലാ ഗുണങ്ങളുള്ള ഒരു പയ്യൻ. ഇതായിരുന്നു പൊളിറ്റിക്സിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള രാഘവ് ചഡ്ഡയുടെ ഇമേജ്. വർഷം 2011. CA പാസ്സായിരിക്കുന്ന രാഘവ് ലണ്ടനിൽ ഒരു വെൽത്ത് മാനേജ്മെന്റ് അഡ്വൈസറി തുടങ്ങാനിരിക്കുന്ന സമയം ഒരു വമ്പൻ ജോബ് ഓഫർ ഉണ്ട് കൂടെ. അപ്പോഴാണ് ഇന്ത്യയിൽ കത്തിക്കേറുന്ന ഒരു സമരം രാഘവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അണ്ണാ ഹസാരെയുടെ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ്. പിന്നെ കക്ഷി ഒന്നും നോക്കിയില്ല, 6 ഫിഗർ സാലറി വേണ്ടെന്ന് വെച്ച് നേരെ സമരപന്തലിലേക്ക്. ആം ആദ്മി പാർട്ടിയുടെ ഫൗണ്ടേഷൻ മെമ്പർ, ഡൽഹി ലോക്പാൽ ബിൽ ഡ്രാഫ്റ്റ് ചെയ്തവരിൽ ഒരാൾ, 26 വയസ്സിൽ പാർട്ടിയുടെ നാഷണൽ ട്രഷറർ. രാഘവ് ചഡ്ഡ എന്ന പൊളിറ്റീഷ്യൻ വളർന്നു പന്തലിക്കാൻ അധികം കാലം വേണ്ടിയത്. TV ചർച്ചകളിൽ മറ്റുള്ളവർ അലറി വിളിക്കുമ്പോൾ രാഘവ് വളരെ കൂളായിട്ട് നമ്പറുകളും ഡാറ്റകളും വെച്ച് തൻ്റെ എതിരാളികളെ നേരിടും. ആം ആദ്മി പാർട്ടിയുടെ യങ്ങസ്റ്റ് നാഷണൽ സ്പോക്സ് പേഴ്സണായി രാഘവ് മാറി. They will never pit, they will never make this a Modi versus Kejriwal or a Modi versus Mamata Banerjee or a Modi versus Mayawati because in Delhi they lost. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പതിയെ ജനങ്ങളുടെ മനസ്സിൽ ഒരു മെയിൻ ക്യാരക്ടർ വൈബ് സൃഷ്ടിക്കാൻ തുടങ്ങി. 2019 ആദ്യമായി രാഘവ് ലോക്സഭാ ഇലക്ഷനിലേക്ക് മത്സരിച്ച് തോറ്റെങ്കിലും അത് അയാൾക്ക് വെറും ഒരു പ്രാക്ടീസ് സെഷൻ മാത്രമായിരുന്നു. People want educated, civil, genuine, honest, upright people. പക്ഷേ 2020 ഡൽഹി അസംബ്ലിയിലേക്ക് മത്സരിച്ച രാഘവ് മിന്നുന്ന വിജയം രുചിച്ചു. MLA ആയതിനു ശേഷം രാഘവ് ശരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. 8 किलो और 2 किलो. ഡൽഹി ജൽ ബോർഡിന്റെ ചെയർമാൻ ആയപ്പോൾ രാഘവ് ഹരിയാന ഗവൺമെന്റുമായി ഫൈറ്റ് ചെയ്ത് ഡൽഹിക്ക് അവകാശപ്പെട്ട 16,000 ക്യൂസെക് വെള്ളം തിരികെ നേടിയെടുത്തു. അത് അയാളെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റാർ ആക്കി മാറ്റി. രണ്ടായിരത്തി 2022 AAP പഞ്ചാബ് പിടിച്ചെടുത്തതിന്റെ മെയിൻ ആർക്കിടെക്ട് രാഘവ് ചഡ്ഡയായിരുന്നു. പിന്നീട് വെറും 34 വയസ്സിൽ രാജ്യസഭയിലേക്ക് MP ആയി പ്രവേശനം ചെയ്തു. I, Raghav Chadha, having been elected a member of the Council of States, do swear in the name of God. ഇതിനിടയിൽ ഒരു പെർഫെക്റ്റ് ലവ് സ്റ്റോറി എന്ന രൂപത്തിൽ രാഘവിന്റെ ജീവിതത്തിലേക്ക് പരിണീതി ചോപ്ര വരുന്നു. ലണ്ടനിൽ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്.
കാഷ്വലായി തുടങ്ങിയ മീറ്റിംഗിൽ രാഘവ് ചഡ്ഡെ എന്ന യങ് സെൻസേഷന്റെ സിംപ്ലിസിറ്റി കണ്ട് പരിണിതി ഇംപ്രസ്ഡ് ആവും. ആൻഡ് ദെൻ ദേ സ്റ്റാർട്ടഡ് ഡേറ്റിംഗ് ആൻഡ് ഗോട്ട് മാരിഡ് ഇൻ 2023. MP ആയതിനു ശേഷം രാഘവ് നടത്തിയ പല നീക്കങ്ങളും കൈയടി നേടി. ഡെലിവറി ബോയ്സിന്റെ പ്രശ്നങ്ങൾ, 15-16 घंटे रोज ऑर्डर. आज मैं एक ब्लिंकिट का राइडर बनकर दूसरा ऑर्डर मारते हैं. പെയ്ഡ് പെറ്റർണിറ്റി ലീവ്. Sir, I demand in this August House to make paternity leave a legal right in India. എയർപോർട്ടിലെ അമിത ഭക്ഷണവില എന്നിവ പാർലമെന്റിൽ ഉന്നയിച്ചു. सर, हवाई यात्रियों की एक शिकायत रही है कि एयरपोर्ट्स पर खाने पीने की चीजें बेहद महंगी मिलती हैं. പക്ഷേ 2023 ഓഗസ്റ്റിൽ ഡൽഹി സർവീസസ് ബില്ലിൽ 5 എംപിമാരുടെ വ്യാജ ഒപ്പിട്ടു എന്ന ആരോപണത്തിൽ രാഘവ് ചഡ്ഡയെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അയാളുടെ ആ ക്ലീൻ ഇമേജിൽ വരുന്ന ആദ്യത്തെ ബ്ലാക്ക് മാർക്കായിരുന്നു. I find it expedient invoking Rule 266, read with Rule 256, and suspend Sri Raghav Chadda, member from the service of the Council, till the Council has the benefit of the report of the by the Committee of Privileges. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് 2024 മാർച്ചിൽ രാഘവിന്റെ ഗോഡ് ഫാദറായ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി മിസ്സിംഗ് ആയിരുന്നു. ലണ്ടനിലേക്ക് സ്കൂട്ടായി, ഐ സർജറി എന്നും പറഞ്ഞുകൊണ്ട്. അതിന്റെ ചോദ്യങ്ങൾ ഇപ്പോഴും രാഘവിനെ വലച്ചുകൊണ്ടിരിക്കും. हम सब लोग अरविंद केजरीवाल जी के सिपाही हैं और हमने तो एक ही बात सीखी थी, जो डर गया समझो मर गया. ഒടുവിൽ ഏപ്രിൽ 2, 2026 ആ ബോംബ് പൊട്ടുന്നു. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തിൽ നിന്നും AAP രാഘവിനെ പുറത്താക്കും. പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ഭഗവത് മാൻ പരസ്യമായി പുള്ളിയെ വിളിച്ചത് കോംപ്രമൈസ്ഡ് എന്നാണ്. പാർലമെന്റിലെ സമയം മുഴുവൻ സോഫ്റ്റ് PR പരിപാടികൾക്കായി ചെലവഴിക്കുന്നു എന്നാണ് നേതാക്കളുടെ ആരോപണം. आप मानते हैं कि वो कॉम्प्रोमाइज है? അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും BJP ഗവൺമെന്റിനെയും മോദിയെയും വിമർശിച്ചുള്ള തന്റെ പഴയ പോസ്റ്റുകൾ മുക്കിയത് പുതിയ സംശയങ്ങളിലേക്ക് എത്തിച്ചു. തനിക്കെതിരെയുള്ള നീക്കങ്ങൾ പുള്ളി നേരിട്ടത് ഒരൊറ്റ ഡയലോഗിലാണ്: എൻ്റെ നിശബ്ദതയെ തോൽവിയായി കാണരുത്, സമയം വരുമ്പോൾ ഞാൻ പ്രളയമാകും. യുവജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തീരെ കുറഞ്ഞ നമ്മുടെ പാർലമെന്റിലേക്ക് ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോൾ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ആളുകളുടെ മനസ്സിൽ തന്നെ അയാൾ തന്നെ സംശയത്തിന്റെ വിത്തുകൾ പാകിച്ചു. എക്സിക്യൂഷനിൽ വന്ന പിഴവോ അതോ ഭാവിയിലേക്ക് മുൻകൂട്ടി എറിഞ്ഞ ഒരു ചാണക്യതന്ത്രമോ? ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരു സർക്കസ് കൂടാരമാണെന്ന് പറയാറുണ്ട്. ആരെന്തൊക്കെ വേഷങ്ങളാണ് കെട്ടിയാടാറെന്ന് ഒരിക്കലും പ്രവചിക്കാനാവില്ല. ജയിപ്പിച്ചുവിട്ട നേതാവിനെ നോക്കി ജനങ്ങൾക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ: ഈ എപ്പിസോഡ് അവസാനിച്ചത് നായകൻ സിനിമയിലെ ഡയലോഗ് വെച്ചിട്ടാണ്. അടുത്ത എപ്പിസോഡ് ഒരു നായകനെ പറ്റിയാണ്. സിനിമയിൽ അടിവീഴ്ത്തി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടിവീഴ്ത്താനാണ് കക്ഷിയുടെ പോക്ക്. അന്ത കുട്ടി സ്റ്റോറി സൊല്ലട്ടുമാ, ആളാരാന്ന് പിടികിട്ടിയ താഴത്ത് കമന്റ് ഇടുക. ഐ എം വെയിറ്റിംഗ്.